കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അപ്പോസ്തലനായിരിക്കും വിശുദ്ധ യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി പാർക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മാവിൻ്റെ വിവശതയിൽ കർത്താവിനെ ദർശിക്കുന്ന ദർശനം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 7 നിലവിളക്കിൻ്റെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ യോഹന്നാൻ ദർശിക്കുന്നു. നിലയങ്കി ധരിച്ചവനായിട്ട് തലയും തലമുടിയും വെളുത്ത് ഹിമം പോലെ വെള്ളയായി തീർന്നിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകളെ ദർശിച്ചപ്പോൾ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുകൾ. കർത്താവിൻ്റെ കാലുകളെക്കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തിയത് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം എന്നാണ്. കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് യോഹന്നാൻ കേട്ടത് അവൻ വെളിപ്പെടുത്തി. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. കർത്താവിൻ്റെ കരങ്ങളിൽ 7 നക്ഷത്രം പിടിച്ചിരിക്കും. 8-ാമതായിട്ട് യോഹന്നാൻ അവിടെ കാണുന്നത് ഇരുവായുത്തലയുള്ള വാൾ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. അത് മൂർച്ചയേറിയ വാൾ, ഇരുവായ്ത്തലയുള്ള വാൾ, 2 സൈഡിലും മൂർച്ചയുള്ള വാള് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. ഇത് വചനമെന്ന വാളാണ് എന്ന് കാണുവാൻ കഴിയുന്നു. എൻ്റെ വചനം മഞ്ഞുപോലെ എന്ന് ആവർത്തന പുസ്തകം 32:2 വെളിപ്പെടുത്തിയിരിക്കുന്നു. മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പെയ്തിറങ്ങുന്നു. അത് ജീവിതങ്ങളെ തണുപ്പിക്കുന്നതാണ് എന്ന് കാണിക്കുകയാണ്. തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ വചനം നേരുള്ളതെന്ന് സങ്കീർത്തനം 33:4 വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം നേരുള്ളതാണ്, ഊതിക്കഴിച്ചതാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ദൈവവചനം ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തന പുസ്തകം 119:50 വാക്യത്തിൽ വെളിപ്പെടുന്നു. അപ്പോൾ വചനം ജീവൻ നൽകുന്നതാണ്, ജീവിപ്പിക്കുന്നതാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത് ഈ വചനമാണ്. 119 സങ്കീർത്തനം 89 വാക്യം. അപ്പോൾ ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായുള്ള വചനം. ഈ വചനം അതിവിശുദ്ധമെന്ന് 119 സങ്കീർത്തനം 140 വാക്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വചനത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വചനം ആരാണ് എന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ വചനം ആരെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വചനം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകലവും അവൻ മുഖാന്തരമുള്ളവായി. ആര് മുഖാന്തരം? വചനം. വചനം ആരാണ്? വചനം യേശു ക്രിസ്തുവാണ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി എന്ന് കാണുവാൻ കഴിയും. അതായത് വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന വചനം ക്രിസ്തുവാണ്. ക്രിസ്തു സ്വർഗത്തിൽ എന്നേക്കും വസിക്കും. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലയുള്ള വാള് സാക്ഷാൽ വചനമാണ്. അത് ജീവിതങ്ങളെ മുറിക്കുന്നതാണ്. ഹൃദയത്തിൻ്റെ അന്തര ഇന്ദ്രിയങ്ങളെ അറിയുന്ന വചനം. അത് ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക്
തുളച്ച് കയറുന്നതാണ്. സന്ധിമഞ്ചകളെപ്പോലും വേർപെടുത്തി ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് ഇടിച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം, അത് മായമില്ലാത്ത പാലാണ്. തേനിനേക്കാൾ തേൻ കട്ടയേക്കാൾ മാധുര്യമേറിയതാണ്. പാറയെ തകർക്കുന്ന ചിറ്റികയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനം ജീവിതങ്ങളെ കീഴടക്കുന്നതാണ്. ഈ വചനം ഈ മണ്ണിൽ നിന്ന് നിത്യതയിലേക്ക്, നിത്യ സ്വർഗത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നതാണ് വചനം. വചനം പ്രമാണിക്കണം, വചനം അനുസരിക്കണം. ഈ വചനം സത്യമാണ്, നിലനിൽക്കുന്നതാണ്. വചനത്തെ നീക്കുവാൻ ശ്രമിച്ചവർ നീക്കപ്പെട്ടിട്ടും ഇന്നും നീക്കം വരാതെ, മാറ്റം വരാതെ നിലനിൽക്കുന്നതാണ് ഈ വചനം. ഈ വചനം ക്രിസ്തുവാണ്. ഈ വചനത്തെ കാൽവറിയിൽ തകർക്കുവാൻ ശ്രമിച്ചു, കല്ലറയിൽ അടക്കി ഒതുക്കുവാൻ ശ്രമിച്ചു. കല്ലറയെ മടക്കിക്കൊടുത്ത് ഉയർത്തെഴുന്നേറ്റ സത്യവചനം എന്നും നിലനിൽക്കുന്നു. അപ്പോൾ യോഹന്നാൻ കാണുകയാണ് ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലയുള്ള വാൾ, അത് വചനമാണ്. ആ വചനം ജീവിതങ്ങളെ കീഴടക്കുന്നതാണ്. വചനമനുസരിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം, ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. മഹത്വ പ്രത്യക്ഷതയിൽ ജാതികളെ വെട്ടിക്കളയുവാൻ ഇരുവായ്ത്തലയുള്ള വാളായി വചനമായ ക്രിസ്തു വെളിപ്പെടുന്നു. അപ്പോൾ കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാളായിരിക്കുന്ന വചനം, ജീവിതങ്ങളെ കീഴടക്കുന്ന വചനം, രൂപാന്തരപ്പെടുത്തുന്ന വചനം, ശക്തീകരിക്കുന്ന വചനം, മുൻപോട്ട് മുന്നേറുവാൻ തക്കവണ്ണം പുതുബലം പകരുന്ന വചനം, പ്രതിസന്ധി പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ പുതുശക്തിയായി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം. അതുകൊണ്ടാണ് വചനമയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തുന്ന വചനം, രൂപാന്തരം, മനസ്സാന്തരം, രക്ഷ, വീണ്ടും ജനനം നൽകുന്ന ദൈവവചനം. ഈ വചനമെന്ന വാളെടുത്ത് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട കർത്താവിൻ്റെ പ്രിയമക്കൾ ഈ പോർക്കളമായിരിക്കുന്ന ഭൂമിയുടെ പരപ്പിൽ പോരാടണം. ലോകത്തിൻ്റെ വാളെടുത്ത് വെട്ടുവാൻ ഒരു ദൈവ പൈതലിന് പ്രമാണമില്ല. ലോകായുധങ്ങൾ ലോകമനുഷ്യൻ ലോകപ്രകാരം എടുത്തുപയോഗിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വാളെടുത്ത് വെട്ടുന്നവനല്ല. അവൻ എടുക്കാൻ കൊള്ളാകുന്ന വാളെന്ന് പറയുന്നത് വചനമെന്ന വാളാണ്. വചനമെന്ന വാളെടുത്ത് അവൻ വെട്ടുന്നുവെങ്കിൽ, അവൻ പോരാടുന്നുവെങ്കിൽ ആരോടാണ്? നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പോൾ ദുഷ്ടാത്മ സേനകളോട്, അന്ധകാരത്തിൻ്റെ അധികാരങ്ങളോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, കർത്തൃത്വങ്ങളോട്, സിംഹാസനങ്ങളോട്, പോരാടുന്ന പോരാട്ട ശക്തികളോട്, പിശാചിൻ്റെ അധികാരങ്ങളോട് പോരാടുമ്പോൾ പോരാട്ടത്തിന് ഉതകുന്ന മൂർച്ചയേറിയ ആയുധമെന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ വചനത്തിന് മുമ്പിൽ എത്ര കൊടികുത്തിയ പിശാചിൻ്റെ അധികാരങ്ങളും മുട്ടുമടക്കും, പരാജയപ്പെട്ടു പോകും. കർത്താവ് ന്യായം വിധിപ്പാൻ ഇരുവായ്ത്തലയുള്ള വാളായി കർത്താവ് വെളിപ്പെടുവാൻ കാലമെടുത്തിരിക്കും. അതിൻ്റെ ഒരു സൂചന എന്ന വണ്ണം പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാന് അത് വെളിപ്പെട്ടു. അവനത് കണ്ടു. ആ വാളായിരിക്കുന്ന വചനമായി ക്രിസ്തു ന്യായം വിധിപ്പാൻ കാലമെടുത്തിരിക്കുന്നു, സമയമെടുത്തിരിക്കുന്നു. ആ വചനത്തിൽ ആശ്രയിക്കാം, ശരണപ്പെടാം, വചനമെടുത്ത് പോരാടാം. വചനം നിലനിൽക്കുന്നു. ആർക്കും ഒരിക്കലും ഒരു ശക്തിക്കും അതിനെ തകർക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ സ്ഫോടക വസ്തുക്കൾ, അണുവായുധങ്ങൾ ഒരു ദേശത്തെ രാജ്യത്ത് വന്ന് വീഴുമ്പോൾ ആ ദേശം ശാമ്പലായിത്തീരുന്നു, തകർക്കപ്പെടുന്നു, ജനമില്ലാതായിത്തീരുന്നു.
വൻ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. എന്നാൽ വചനമെന്ന സ്ഫോടനം ഒരു ദേശത്ത് പെയ്തിറങ്ങിയാൽ അവിടെ ആളുകൾ മരിച്ചു വീഴുകയല്ല, അവരുടെ ഉള്ളിൽ കുത്തി വാഴുന്ന പിശാചിൻ്റെ അധികാരങ്ങൾ തകരുകയും അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യും. വചനമൊരു സ്ഫോടനമായി ദേശത്ത് മുഴങ്ങട്ടെ, മുഴങ്ങിക്കേൾക്കട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളെ കീഴടക്കുന്ന വചനമെന്ന മായമില്ലാത്ത പാൽ, ശക്തിയേറിയിരിക്കുന്ന വചനം നിങ്ങളുടെ കീഴടക്കട്ടെ. വചനത്തിൽ വേരൂന്നി വളരാം, ആ വചനത്തെ മുറുകെ പിടിക്കാം, ആ വചനത്തിന് വേണ്ടി നിലനിൽക്കാം. ആ വചനം ന്യായം വിധിക്കുന്നതാണ്. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.